അടിപൊളി മൂവിയാണ്, കണ്ടോക്ക്. വർഷം 2015, ഞാൻ +2 പഠിക്കുന്ന സമയം. അന്നത്ര ഇന്റർനാഷണൽ മൂവീസ് ഒന്നും കാണുന്ന സമയമല്ല. പക്ഷെ ഒരു ന്യൂസ് കേട്ടു, ഇറാനിയൻ മൂവി സുന്നി മെജോറിറ്റിയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട മൂവികളിൽ ഏറ്റവും അടിപൊളി പടങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലൊന്ന് എന്തായാലും ഈ പടമായിരിക്കും. ഡയറക്ടറിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, മാജിദ് മജീദി. ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയാകുന്ന ഈ സമയത്ത് ഇറാനിയൻ മൂവീസിനെ കുറിച്ചും ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു ഫസ്റ്റ് പടം എന്ന് പറയുന്നത് മുഹമ്മദ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നുള്ള പടമാണ്. വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അത്ര എക്സ്ട്രീമായിട്ട് കാണിക്കുന്നുണ്ട്. ഇറാനിൽ ഇത്രയും കാലം ഇറങ്ങിയതിന് വെച്ച് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മുടക്കിയിട്ടുള്ളൊരു മൂവിയാണ്. ഒരു കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇതാരാ ചെയ്തതെന്ന്. എൻ ക്രെഡിറ്റ് മുതൽ ഒരു BGM പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാണെന്ന് വെച്ചിട്ട്. അവിടെ എഴുതി വന്നത് AR റഹ്മാൻ. അപ്പോൾ കിട്ടിയൊരു പ്രൗഡ് മൊമെൻറ്റോ പ്ലഷറോ എന്താ എനിക്കറിയില്ല. ദാറ്റ് വാസ് സോ ഗുഡ്. ഇത് ആക്ച്വലി 3 പാർട്ടായിട്ട് ഇറക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പാർട്ട് ചൈൽഡ്ഹുഡിന്, ദെൻ സെക്കൻഡ് ഈ ഒരു സിസ്റ്റം, ദെൻ തേർഡ് എൻഡിങ്ങും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് പാർട്ടിന് കിട്ടിയ ഒരു ബാനും അതേപോലെ തന്നെ ഫണ്ട് കുറവായിട്ട് ആളത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും എക്സ്, റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ #, സെർച്ച് ചെയ്ത് നോക്കും, മുഹമ്മദ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആളുകൾ ചോദിക്കുന്നത് കാണാൻ പറ്റും. സോ